മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അന്ന് രാത്രി ബാലചന്ദ്രന് ഒട്ടും തന്നെ ഉറക്കം വരാതെ വൈജയന്തിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് വൈജയന്തി നല്ല ഉറക്കത്തിലായിരിക്കും. ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്, ഉറങ്ങട്ടെ, നല്ല പോലെ ഉറങ്ങട്ടെ. ഒരു നിമിഷം അയാളുടെ ചിന്തകൾ മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചു. അവളെ ഇപ്പം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ? പെട്ടെന്ന് ആ ചിന്തയെ തടഞ്ഞു. അരുത്, അത് ശരിയല്ല. അത്ര പെട്ടെന്ന് അവളൊന്ന് ഇല്ലാതാകരുത്. എന്നോട് ചെയ്ത ക്രൂരതയ്ക്കുള്ളത് അവൾ അനുഭവിക്കാണ്ടത് മുഴുവൻ അനുഭവിച്ചേ മതിയാവൂ. ഭൂമിയിൽ നിന്നും അവളെ വേഗത്തിൽ പറഞ്ഞയച്ചാൽ തന്നോട് ചെയ്ത ഈ നീച പ്രവൃത്തികൾക്ക് ആര് സമാധാനം പറയും? പാടില്ല. അവൾ ഇവിടെ ഈ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് നരകപ്പുഴയിൽ കടത്തി നരകിപ്പിക്കണം. ബാലചന്ദ്രന്റെ മനസ്സ് ക്രൂരമായ ചിന്തകൾ നിറഞ്ഞു. പിന്നീട് ചില നിഗൂഢമായ തീരുമാനങ്ങൾക്കും ചെറിയ ചില പദ്ധതികൾക്കും അയാൾ എത്തിച്ചേർന്നു. അതെ, അത് തന്നെ ചെയ്യാം. നാളെ അലീന ഈ വീട്ടിൽ നിന്നും പോകുമെന്ന് പറഞ്ഞല്ലോ. രാജീവൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. എന്നാ കണ്ടറിയാം. നെടുമ്പരക്കൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ബാലചന്ദ്രനാണ്, അല്ലാതെ കൈതക്കൽ മാളിക വീട്ടിലെ രാജീവനൊന്നുമല്ല. ഈ ചിന്തകളാൽ അയാളുടെ മനസ്സ് ദൃഢമായി. നിശ്ചയങ്ങൾ ഉറപ്പിച്ച ശേഷം അയാൾ തൻ്റെ മുറിയിലേക്ക് തന്നെ തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു പുതിയ ദിവസത്തെ വരവേറ്റുകൊണ്ട് കൈതക്കൽ മാളിക വീട്ടിലെ കമലമ്മ മനുശങ്കറിന് ചായയുമായിട്ടെത്തി. അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് രാജീവനും എഴുന്നേറ്റ് അവിടെ എത്തി. മനുശങ്കർ ചായ കുടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിളെ, എന്നാ യാത്ര തിരിക്കുന്നത്? രാജീവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു പക്ഷേ ഇന്ന് തന്നെ വിമാനത്തിൽ തന്നെ തിരികെ പോവും. ഇത് കേട്ട കമല ആകാംക്ഷയോട് ചോദിച്ചു, അല്ല, അലീന ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ? അവൾ പോകുന്നില്ലേ? രാജീവന്റെ മുഖമുട്ടുണ്ടായിരുന്ന പുഞ്ചിരി പെട്ടെന്ന് തന്നെ മാഞ്ഞു. അഭിമാനത്തോടെ അയാൾ പറഞ്ഞു, അവൾ എങ്ങനെ പോവാതിരിക്കും? ഇന്ന് പോകും. ഇന്ന് ഞാൻ അവളെ അവിടെ നിന്നും കെട്ടുക തന്നെ ചെയ്യും. ഇന്നല്ലേ അവൾക്ക് കൊടുത്ത സമയം. ഇന്ന് അവൾ ആ വീട്ടിൽ നിന്നും പോയിരിക്കുമെന്നൊക്കെ പറയട്ടെ രാജീവൻ. മനുശങ്കർ ഇത് കേട്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അതൊക്കെ നമുക്ക് കണ്ടറിയാം അങ്കിളെ, നിങ്ങൾ നോക്കിക്കോ. ഇന്നുകൂടി അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അവൾക്ക് പോവാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. അവൾ പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും. ഞാനാണ് പറയുന്നത്, അല്ലാതെ നിന്റെ അച്ഛൻ്റെ വാക്കുപോലെയൊന്നുമല്ല. രാജീവന്റെ സ്വരത്തിൽ അഹങ്കാരവും വെല്ലുവിളിയും നിറഞ്ഞിരുന്നു. കമല മനുവിനോട് അതൃപ്തിയോടെ ചോദിച്ചു, അവളെ വിളിച്ചു കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യം നിനക്കുണ്ടായിരുന്നോ? അങ്കിളെ, ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ തന്നതല്ലേ. വീണ്ടും വീണ്ടും ഇനിയിപ്പോൾ അത് തന്നെ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും രാജീവനും കമലയും തങ്ങളുടെ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിന്നു. ഇതേ സമയത്തിന് വൈജയന്തി രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ പുറത്തുപോയി പത്രമെടുക്കാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പുറത്തേക്ക് പോകാനായി വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടത്. ഇതാരാ എൻ്റെ വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നത്? അവൾ അത്ഭുതപ്പെട്ടു. പിന്നെയോ അടുക്കള വാതിലിലൂടെ പുറത്തിറങ്ങാൻ ശ്രമിച്ചു. അതും പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് വൈജയന്തിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഇത് ബാലചന്ദ്രൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അവൾ പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അവളോട് ഇന്ന് പോവാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും അവൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ഈ തടങ്കൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. തന്നെയും രാജീവേട്ടനെയും എല്ലാവരെയും തോൽപ്പിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കി. ഈ വെല്ലുവിളി വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഉടനെ തന്നെ വൈജയന്തി ഫോണെടുത്ത് രാജീവനെ വിളിച്ചു. രാജീവനും മനുവും കമലയും സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കട്ടോ വൈജയന്തിയുടെ കോള് വന്നത്. രാജീവൻ ആകാംക്ഷയോടെ ഫോണെടുത്തു. അല്ല, എന്താ വൈജയ് രാവിലെ തന്നെ വിളിച്ചത്? അവൾ പോയോ? ആ സന്തോഷ വാർത്ത അറിയാൻ വേണ്ടിയായിരിക്കും വൈജയന്തി പെട്ടെന്ന് വിളിക്കുന്നതെന്ന് ഓർത്തുകൊണ്ടാണ് രാജീവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അത് ചോദിച്ചത്. വൈജയന്തിയുടെ ശബ്ദം തീർത്തും വ്യത്യസ്തമായിരുന്നു. പോയോ എന്നോ? ആര് പോയോന്ന്? അല്ല, അവൾക്കിനി ഇവിടെ നിന്നും പോവാനൊക്കത്തില്ല. പിന്നെയോ, എന്താ അവിടുത്തെ ഇപ്പോഴത്തെ വിഷയം? രാജീവൻ തിരക്കി. വൈജയന്തി പറഞ്ഞു, ബാലചന്ദ്രൻ കഥകൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്നോ? അതെ, അടുക്കള വാതിലും മുൻവാതിലും എല്ലാം ഇവിടെ പൂട്ടിവെച്ചിട്ടുണ്ട്. അവൾ ഇന്ന് ഈ വീട് വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നാ തോന്നുന്നത്. ഇത് കേട്ടതോടുകൂടി തന്നെ മനുശങ്കർ അങ്ങ് ചിരിച്ചുപോയി. ലൗഡ് സ്പീക്കറിലായതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു സംസാരം കേട്ടുകൊണ്ട് തന്നെ കമലക്കും ചിരി വന്നു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ദേ രാജീവേട്ട, ഇത് കാര്യം കുറച്ചും കൂടി സങ്കീർണമാണെന്ന് തോന്നുന്നു. അവളെ വിടാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട് ബാലേട്ടൻ. രാജീവൻ സ്വരം കടുപ്പിച്ചു. നീ പേടിക്കേണ്ട വൈജയെ. അവൾ പോയില്ലെങ്കിൽ ഞാനൊരു വരവും കൂടി അങ്ങോട്ടേക്ക് വരും, അവളെ അവിടെ നിന്നും അടിച്ചിറക്കാനായിട്ട്. നീ ധൈര്യമായിട്ടിരിക്ക്. നിന്റെ ഏട്ടൻ പറഞ്ഞാൽ നിനക്കെന്താ വിശ്വാസമില്ലേ? വൈജയന്തി പറഞ്ഞത് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. അവൾ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞാൽ പോവണം. അവളെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കും. അത്രക്ക് ബാലചന്ദ്രൻ്റെ അഹങ്കാരമാണെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രാജീവൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ മനുശങ്കർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയങ്ങളെ? അത് ബാലചന്ദ്രൻ വീട് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന്. അവൾ പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്.
എൻ്റെ അടുത്തല്ലേ അയാളുടെ കളി. ഞാൻ ഏതായാലും അങ്ങോട്ട് ചെന്നിട്ട് അവളെ അവിടെ നിന്നും മടിച്ചിറക്കും. രാജീവൻ രോഷാകുലനായി പറഞ്ഞു. എങ്ങനെ ചെല്ലാനായിട്ടാണ് അങ്കിളെ? അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. ബാലചന്ദ്രൻ അങ്കിൾ വീട് പൂട്ടിയിട്ടിരിക്കല്ലേ. വീടല്ലേ പൂട്ടാൻ പറ്റുള്ളൂ. പൂട്ടട്ടെ. ഞാനൊരു JCB വിളിച്ചുകൊണ്ട് പോവട്ടെ. വീട് അങ്ങോട്ടേക്ക് ഇടിച്ചു നിരപ്പാക്കും. രാജീവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് കേട്ട് കമലമ്മ പറയുന്നുണ്ട്. നടക്കുന്ന കാര്യമാണോ രാജീവ നീ ഈ പറയുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അത് ബാലചന്ദ്രൻ്റെ വീടാണ്. അവിടെ പോയി ഗുണ്ടായുസം കാണിച്ചാൽ ഉണ്ടല്ലോ, ബാലചന്ദ്രൻ ഒരു കോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പാഞ്ഞെത്തും. ഓ പിന്നെ, ഞാൻ കാണാത്ത പോലീസുകാരനോ? ഇതിനേക്കാളും പിടിപാടുണ്ട് ബാലചന്ദ്രന്. എവിടെ അറിയാലോ, ഇത് ബാലചന്ദ്രൻ്റെ തട്ടകമാണ്. ഇവിടെ ചെന്ന് അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ തട്ടകത്തിൽ ചെന്ന് അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പിരിച്ചിരിക്കാൻ പറ്റില്ല. ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധി ഉപയോഗിച്ചേ മതിയാവൂ. രാജീവൻ മറുപടി നൽകി. അപ്പോഴേക്കും മനുശങ്കർ ഇടപെട്ടു. ദേ അങ്കിളെ, അങ്കിൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ബാലചന്ദ്രൻ അങ്കിളിനോട് സംസാരിക്കാം. വെറുതെ അങ്ങോട്ട് പോയിട്ട് ഒരു പ്രശ്നമുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. അറിയാലോ അങ്കിളിൻ്റെ സ്വഭാവം. പണ്ടത്തെ അങ്കിളൊന്നുമല്ല ഇപ്പോൾ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ രൂക്ഷമാവുകയേ ഉള്ളൂ. അവർ തമ്മിലുള്ള അകൽച്ചയ്ക്കും കാരണമാവും. അവർ രണ്ടുപേരും പിന്നെ ഒരിക്കലും ഒന്നിക്കില്ല. അങ്കിൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അല്ലാതെ എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയാട്ടോ മനു. ഒടുവിൽ രാജീവൻ പറയുന്നത് ശരി, ആയിക്കോട്ടെ, നീ പോയിട്ടൊന്ന് സംസാരിക്ക്. എന്താണെന്ന് ചോദിച്ചിട്ട് തീരുമാനിക്ക്. പക്ഷേ അവളെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. നീയായിട്ട് തലയിലേക്ക് എടുത്തു വെച്ചതാണ്. അങ്കിളെ, ഇതെന്ത് വർത്താനാണ് അങ്കിൾ ഈ പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? മനു ചോദിച്ചു. ആയിക്കോട്ടെ, നിന്റെ മുത്തശ്ശനിപ്പോൾ ജീവനോടെ ഇല്ലല്ലോ. അച്ഛൻ മരിച്ചുപോയില്ല. ഇനിയിപ്പോൾ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. രാജീവൻ തണുപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു. ഏയ്, ഞാൻ മുത്തശ്ശന് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് പാലിക്കാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല അങ്കിളെ. അവൾ ആ വീട്ടിൽ നിന്ന് പോയാലും അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അവളെ കൈവിടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുത്തശ്ശനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് തന്നെ മനു അകത്തേക്ക് കയറിപ്പോയി. നെടുമ്പരക്കൽ വീട്ടിൽ വൈജയന്തി കട്ടക്കലിപ്പിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ വിഷമിച്ചു നിന്നു. കാരണം കതക് രണ്ടും പൂട്ടിയിട്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ബഹളം വെച്ച് മുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ തന്നെ അതിൻ്റെ പേരിൽ ഇനിയും ചീത്ത പറയും. പക്ഷേ ഇത് വെറുതെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. വൈജയന്തി അങ്ങോട്ടേക്ക് കയറി ചെന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ബാലചന്ദ്രൻ എന്തിനായി കതകൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത്? ബാലചന്ദ്രൻ പുച്ഛത്തോടെ ചിരിച്ചു പറഞ്ഞു. അതെ, എനിക്കാവശ്യമുണ്ടായിട്ട് തന്നെ. എൻ്റെ വീടിൻ്റെ കതക് എപ്പോൾ പൂട്ടണം എപ്പോൾ തുറക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഇത് കൈതകൽ മാളിക വീടൊന്നുമല്ല. അവൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ഈ പ്രകടനം? എന്തൊക്കെ തന്നെ ബാലചന്ദ്രൻ കാണിച്ചെന്ന് പറഞ്ഞാലും അവൾ പോകണമെന്ന് പറഞ്ഞാൽ പോയിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. വൈജയന്തി ബാലചന്ദ്രനെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതേസമയം അലീന നല്ല വിഷമത്തിലായിരുന്നു. കാരണം ഇന്ന് താൻ ഇവിടെ നിന്നും പടിയിറങ്ങുകയാണ്. തൻ്റെ അമ്മയെ കാണാനുള്ള മോഹം കൊണ്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ആ മോഹം പക്ഷേ തന്നെ ഒരിക്കൽ പോലും മകളായിട്ട് അംഗീകരിക്കാൻ അമ്മ തയ്യാറാവുന്നില്ല എന്ന കാര്യം അലീനക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അലീന ഒരുപാടധികം വിഷമിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോൾ ഇന്ന് പോവുകയല്ലേ? അതേ മുത്തശ്ശി, ഇന്ന് എനിക്ക് പോവണം. പോവാതിരിക്കാൻ പറ്റില്ല. ഞാൻ കാരണമല്ലേ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഇവിടെ നിൽക്കുന്നില്ല. അല്ലെങ്കിലും എനിക്ക് വേറെ എവിടെയെങ്കിലും പോയാലും ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്താൽ മതി. ചിലപ്പോൾ ഇത്രയും കൂടി ജോലി ചെയ്യേണ്ടി വരത്തില്ല. നല്ല സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. അലീനയുടെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ, ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത്. നീ ഇവിടെ കിടന്നിങ്ങനെ വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ എവിടെ പോയാലും നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ മോളെ. നല്ലൊരു മനസ്സല്ലേ നിൻ്റേത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ബാലചന്ദ്രൻ്റെ മുറിയിലെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. സാറ് വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ മുത്തശ്ശി. മുത്തശ്ശിയോട് പറഞ്ഞ് അലീന നേരെ മുറിയിലേക്ക് കയറി പോകുമ്പോഴേക്കും വൈജയന്തി സ്റ്റെയർ കേസിൻ്റെ താഴെ വന്നിട്ടിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അലീന കയറി പോകുന്നത് കണ്ടിട്ട്, പോടി പോടി പോടി, നീ പോടി, കയറി പോടി. ഇന്നും കൂടിയല്ലേ ഉള്ളൂ നിന്റെ ഇവിടുത്തെ താണ്ഡവം. നാളത്തെ ദിവസം എന്താകുമെന്ന് ബാലചന്ദ്രന് കണ്ടറിയാം, വൈജയന്തി മനസ്സിൽ പറഞ്ഞു. അലീന ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെന്നു. എന്താ സാറേ? അവൾ ചോദിച്ചു. നീ ഇങ്ങോട്ടേക്ക് വാ, ബാലചന്ദ്രൻ പറഞ്ഞു. അല്ല, പോകാനുള്ള ഭാണ്ഡങ്ങളൊക്കെ എടുത്തു വെച്ചോ? അന്നേരം അലീന പറയുന്നത്, അതെ സർ, ഞാൻ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പക്ഷേ എങ്കിലേ ഈ ഭർത്താവ് നിന്നെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ബാലചന്ദ്രൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അലീന പറയുന്നുണ്ട്, സാറേ ഇങ്ങനെയൊന്നും പറയരുത്. വെറുതെ എന്തിനാ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോവാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളോട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സാറിനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഉണ്ടോ? അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അതെ, തെറ്റൊന്നും ചെയ്തിട്ടില്ലേ?
അല്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അല്ല, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അയാൾ ചോദിച്ചു. അത് പിന്നെ മനുവേട്ടൻ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ. ഓ, മനുശങ്കർ വന്ന് വിളിച്ച ഉടനെ തന്നെ നീ ഇങ്ങോട്ടേക്ക് പോന്നോ? അല്ല, നീ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അലീന പറയുന്നത്, അത് പിന്നെ മാഡത്തിൻ്റെ അച്ഛനെല്ലാം പറഞ്ഞു, നേരത്തെ ഏൽപ്പിച്ചു വെച്ചിരുന്നല്ലോ. ഓ, അതുകൊണ്ട് മാത്രമായിരിക്കില്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, അതുകൊണ്ട് മാത്രം. അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ, അലീന പറഞ്ഞു. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, നീ ഇന്ന് ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ തോറ്റു പോകുന്നത് നെടുമ്പരക്കൽ ബാലചന്ദ്രനാണ്. ഇത്രയും കാലം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോറ്റു. ഇനി എനിക്ക് തോൽക്കാനായിട്ട് പറ്റില്ല അലീന. നിനക്കറിയാമോ, ഇത് എവിടെയോ കിടക്കുന്ന ഏതോ ഒരു പട്ടി വന്ന് കുരച്ചിരിക്കുന്നു. ഇന്നലെ നാണകെട്ടവൻ. അവൻ ഇവിടെ വന്ന് കിടന്ന് കുരക്കാൻ എന്ത് അർഹതയാവനുള്ളത്? എന്നെ വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുന്നു, നിന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുമെന്ന്. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട സാറേ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അലീന. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പെട്ടെന്ന് നിന്നെ പറഞ്ഞു വിടാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഇപ്പോൾ നീ എൻ്റെ കെയർടേക്കറാണ്, അറിയാലോ. നീ എൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഏറ്റെടുത്തിരിക്കുന്നു, ബാലചന്ദ്രൻ പറഞ്ഞു. അന്നേരം അലീന ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. സാറേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാക്കണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല, അലീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, നിനക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ലായിരിക്കും. പക്ഷേ നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെറും ഒരു മണ്ടനായി പോയില്ലേ? എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്താണെന്നറിയാമോ? അത് നീയാണ്. നീ വീട്ടിൽ നിന്നും പോയാൽ പിന്നെ ഞാൻ ആകെ തോറ്റുപോകും. പിന്നെ ഈ ബാലചന്ദ്രനില്ല. പിന്നെ ബാലചന്ദ്രൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുമെന്നും അറിയില്ല. നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ? അത് കേട്ടപ്പോൾ അലീനക്കാകെ ടെൻഷനായി. സാറേ, ഞാൻ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നീ തന്നെയായിരിക്കും അനുഭവിക്കുന്നത്. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്തന്നെ അലീന ആകെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അലീന അവിടെ നിന്നും മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബാലചന്ദ്രൻ തൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു റെക്കോർഡ് കേൾപ്പിച്ചു. അത് രേവതിക്കുട്ടിയെ ഫോൺ വിളിച്ചതിൻ്റെ റെക്കോർഡായിരുന്നു. അലീന അതിനകത്ത് തൻ്റെ അമ്മ വൈജയന്തിയാണെന്നുള്ള കാര്യമൊക്കെ രേവതിക്കുട്ടി വിളിച്ചു പറയുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ ഫോണിലൂടെ തന്നെ ആ വോയിസ് ക്ലിപ്പിംഗ് എല്ലാം കേൾക്കുന്നതോടുകൂടി തന്നെ ഒരു നിമിഷം അലീന അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ അങ്ങ് സ്തംഭിച്ച് നിന്നുപോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കാരണം സാറിന് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. സത്യമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ സാറ് തന്നെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചതെന്നൊക്കെ മനസ്സിലാക്കാട്ടോ അലീന. അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇത് കേട്ടിട്ട്? നീ തന്നെ പറ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ ഇതിനേക്കാളും വളരെ മോശമായിരിക്കും. ഇപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് ഇവിടെ നിന്ന് പോകേണ്ടെന്ന് പറഞ്ഞതെന്ന്. അലീനക്ക് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഇത്രയും ദിവസം സാറിന് അറിയാമായിരുന്നു താൻ മേഡത്തിൻ്റെ സ്വന്തം മകളാണെന്ന കാര്യം. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് സാറ് തൻ്റെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത്. ഒരു നിമിഷം അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നിന്നെ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നുമല്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. നീ ഇവിടെ ഉണ്ടാവണം. എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് എനിക്ക് പലരോടും കണക്ക് ചോദിക്കാനുണ്ട്. അലീന അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ താഴേക്ക് വന്നു. അങ്ങനെ മുറിയിലേക്ക് വന്നിട്ട് ഏങ്ങലടച്ച് കരയുകയാണ് അലീന. അവളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം തന്നെ ശരിയായിരുന്നു. താൻ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം ഛിന്ന ഭിന്നമായി പോകുമെന്നുള്ള കാര്യം അലീനക്കറിയാം. വൈജയന്തിക്ക് ഏതായാലും നല്ല 8ന്റെ പണി തന്നെ കിട്ടാൻ പോവാണെന്നുള്ള കാര്യം അലീനക്ക് മനസ്സിലായി. മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വൈജയന്തിയോടൊക്കെ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ എങ്കിലും വൈജയന്തിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താനൊന്നും വൈജയന്തി ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ബാലചന്ദ്രനും. ബാലചന്ദ്രനോട് സംസാരിച്ചാൽ ബാലചന്ദ്രൻ വിട്ടുകൊടുക്കുമോ? ബാലചന്ദ്രൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അലീന അവിടെ വീട്ടിൽ തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ അലീനക്ക് പോവാനും പറ്റില്ല. വിധി ഓരോരുത്തർക്കും കാത്തുവെച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടറിയാനായി നമുക്ക് കാത്തിരിക്കാം. നെടുമ്പൊരിക്കൽ തറവാട്ടിൻ്റെ പടിവാതിലിൽ ഇനി നടക്കാനിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ പ്രതികാരത്തിൻ്റെ പൂർണ്ണരൂപമായ അധ്യായമാണ്. വൈജയന്തിയുടെ അഹങ്കാരത്തിനും രാജീവൻ്റെ വെല്ലുവിളിക്കും മറുപടി നൽകാനുള്ള കരുക്കളാണ് അലീനയിലൂടെ ബാലചന്ദ്രൻ നീക്കുന്നത്. ആ വീട്ടിൽ അവൾ തുടരുന്നത് വൈജയന്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. എല്ലാവരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന ആ ഒരു നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം.